ഈ ചടങ്ങിലെ മുഖ്യാതിഥിയായിരിക്കുന്ന അഭിവന്ദ്യനായ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഏറ്റവും പ്രിയങ്കരനായ അഭിവന്ദ്യനായ നമ്മുടെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രിയങ്കരനായ മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, ശ്രീ CV ആനന്ദബോസ്, പ്രിയപ്പെട്ട നമ്മുടെ മൂലക്കാട്ട് പിതാവ്, പ്രിയങ്കരായ മറ്റ് വൈദിക ശ്രേഷ്ഠർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ ദീപിക കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇതൊരു ചരിത്രത്തിലെ അസുലഭമായ ഒരു നിമിഷമാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം ഞാൻ ആദ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. 1887 രൂപീകൃതമായ നസ്രാണി ദീപികയുടെ 140ാമത് വാർഷികത്തിലാണ് നമ്മളെല്ലാം പങ്കാളികളായിരിക്കുന്നത്. നമുക്കറിയാം, ബെഞ്ചമിൻ ബൈലി എന്ന് പറയുന്ന വലിയൊരു മിഷണറി ഈ കോട്ടയത്താണ് ആദ്യമായിട്ടൊരു അച്ചടി കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. ആദ്യമായി അത് 1821ലാണ്. അതായത് ക്രിസ്തുവിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, മലയാളത്തിൽ അടിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിന്റെ അന്വേഷണപാതയിലാണ് ആ അച്ചടി എന്നുള്ള ആശയം ബെഞ്ചമിൻ ബെയ്ലിയുടെ മനസ്സിൽ വന്നത്. അതൊരു വിപ്ലവകരമായ രൂപത്തിൽ ആ അച്ചടിയെ ആദ്യമായി മാറ്റിയെടുത്തത് ഈ ദീപിക, നസ്രാണി ദീപികയുടെ രൂപീകരണത്തോടു കൂടിയാണ്. യഥാർത്ഥത്തിൽ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ മാന്നാനത്ത് 3ാമത്തെ പ്രസ്, കേരളത്തിലെ 1ാമത്തെ പ്രസ് കോട്ടയത്തും CMS പ്രസ്സും, 2ാമത്തേത് തിരുവനന്തപുരത്തെ സർക്കാർ പ്രസ്സും, 3ാമത്തേത് ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ മാന്നാനത്തെ പ്രസ്സുമാണ്. അവിടെ നിധിരത്ത് കത്തനാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ ദീപിക, നസ്രാണി ദീപിക ആരംഭിക്കുന്നത്. നസ്രാണി ദീപികയുടെ ആദ്യ മുഖപ്രസംഗത്തിൽ ഒരു മനോഹരമായ വാചകമുണ്ട്. രാജമന്ദിരങ്ങളിലും മന്ത്രിസത്തമന്മാരുടെ സഭകളിലും തർക്കപരിഹാര കേന്ദ്രങ്ങളിലും പോയി അനീതിക്കും അക്രമത്തിനും അന്യർക്കെതിരായ പീഡനത്തിനും പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ പറയുന്നതിനും വേണ്ടിയിട്ടാണ് ഈ നസ്രാണി ദീപികയുടെ ലക്ഷ്യമെന്നാണ്. ആ ലക്ഷ്യം 140 വർഷം കഴിഞ്ഞിട്ടും ദീപിക ഇപ്പോഴും ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ വിസ്മയഭരിതരാക്കുന്നത്. ഇന്നും നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, കർഷക സമൂഹത്തിന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി അതിമനോഹരമായ മുഖപ്രസംഗങ്ങൾ എഴുതി ശക്തമായ നിലപാടുമായി നിൽക്കുന്ന ഒരു പത്രമാണ് ദീപിക എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ശക്തമായ മുഖപ്രസംഗങ്ങൾ എഴുതി തീർച്ചയായും അവർ നിൽക്കുകയാണ്. ഇന്ന് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു പത്രവും ഇത്ര മനോഹരമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പു പറയുന്നു, ദീപിക അവരുടെ മുഖപ്രസംഗങ്ങളിലൂടെ എഴുതിയ കർഷകരുടെ സങ്കടവും ദുഃഖവും അവരുടെ പ്രയാസങ്ങളും പരിഹരിക്കാൻ ഞങ്ങളുടെ സർക്കാർ മുൻകൈയെടുക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ വാക്ക് നൽകുകയാണ്. സുദീർഘമായ പ്രസംഗം അനൗചിത്യമാണ്. നമ്മുടെ നാട്ടിൽ ഈ പത്രസ്വാതന്ത്ര്യം വളരെ കുറഞ്ഞു വരികയാണ് എന്നാണ് ലോകത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം നമ്മളെ കാണിക്കുന്നത്. 180 രാജ്യങ്ങളിൽ ഫ്രീഡം ഓഫ് പ്രസിന്റെ കാര്യത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനം 157ാമതാണ്. വളരെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നൽകപ്പെടുമ്പോഴാണ്. മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഞാനടക്കമുള്ള ഭരണകർത്താക്കൾ വിമർശിക്കപ്പെടണം. വിമർശനത്തിന് അതീതരായി ആരുമില്ല. എല്ലാവരും വിമർശിക്കപ്പെടണം. ശരിയായ രീതിയിൽ അണറ്റിക്കലായി പോകാതെ യഥാർത്ഥത്തിൽ നാടിന്റെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ നമ്മൾ തയ്യാറാകണം. ആ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറട്ടെ. അതിന്റെ മുൻപന്തിയിൽ നമ്മുടെ ദീപിക നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീപികയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.